പാടത്ത് പണിയെടുക്കുന്നവർ പടയാളികളാണെന്ന് പറഞ്ഞത് വൈലോപ്പിള്ളിയാണ്. അതിർത്തികളിൽ കാവൽ നിൽക്കുന്നവർ മാത്രമല്ല, അരി വിളയിക്കുന്നവരും പടയാളികളാണ്. വടക്കേ മലബാറിലെ കൈപ്പാടങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ആ പടയോട്ടങ്ങളുടെ മുന്നണിയിൽ വിത്തും കൈക്കോട്ടുമായി ഇപ്പോൾ ഒരു സ്ത്രീയാണ്. ഭാവിയുടെ നെൽവിത്തുകൾക്കൊപ്പം വടക്കൻ വയലുകളിൽ വിളയുന്ന ആ കാർഷിക സ്ത്രീശക്തി തേടി ഞങ്ങളൊരു യാത്ര പോവുകയാണ്. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നാൽ കണ്ണൂരിലെ ഈ കാർഷിക ഗ്രാമത്തിൽ കൈപ്പാടിലേക്ക് ഇറങ്ങുക എന്നാണ് അർത്ഥം. കടലിനരികെ അഴിമുഖത്തോട് ചേർന്ന് ഓരുവെള്ളത്തിൻ്റെ പോക്കുവരവിനനുസരിച്ച് കായലായും വയലായും രൂപം പ്രാപിക്കുന്ന ചതുപ്പ് നിലങ്ങളാണ് കൈപ്പാടുകൾ. കൈപ്പാട് നെൽകൃഷി പോലെ പ്രകൃതിയെ ഒരു തരത്തിലും മുറിവേൽപ്പിക്കാത്ത മറ്റൊരു കൃഷിരീതിയില്ല. അത്യുത്തര കേരളത്തിൻ്റെ ആ ജൈവ വിശാലതയിൽ വിരിയുന്ന നെല്ലിനങ്ങൾ ഇന്ന് ഭൗമസൂചികാ പദവി വരെ ലഭിച്ച് ലോകപ്രശസ്തമാണ്. വടക്കൻ കേരളത്തിൻ്റെ നെല്ലറയാണ് ഈ ഗ്രാമം ഏഴോ. 60കളുടെ ഒടുവിൽ സഖാവ് AKG ഉൾപ്പെടെയുള്ളവർ വന്നു നയിച്ച അത്യുജ്വലമായ കർഷക തൊഴിലാളി സമരത്തിൻ്റെ ചുവന്ന മണ്ണ്. ആ ചരിത്രത്തിൽ ചവിട്ടി നിന്ന് മണ്ണിൽ പണിയെടുത്ത് പൊന്നു വിളയിക്കുന്ന ഒരു നെൽഗ്രാമത്തിൻ്റെ പേരു മാത്രമല്ല ഏഴോ. കാലാവസ്ഥയോട് പൊരുതി ജയിച്ച ഈ നാടിൻ്റെ നെൽവിത്തുകളുടെയും പേരാണത്. അതിനു പിന്നിലെ അക്ഷീണമായ അധ്വാനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും പേരാണ് ഡോക്ടർ ടി വനജ. ഒരു കൃഷിശാസ്ത്രജ്ഞയും കൃഷിഭൂമിയും തമ്മിലുള്ള അത്യസാധാരണമായൊരു പാരസ്പര്യത്തിൻ്റെ ജീവിതകഥ. വനജ ടീച്ചർ വന്നതിന് ശേഷമാണ് ഈ വീഴാത്ത നെല്ല് കൃഷി ചെയ്യാൻ തുടങ്ങിയത്. കുതിരി ഓർക്കായ്മ പിന്നെ കുതിരി അത് രണ്ടെണ്ണാണ് പിന്നെ ഉണ്ടായിന് അന്നേരം. ഇപ്പം പിന്നെ ടീച്ചർ വന്നേ പിന്നെ 7, 1, 2, 3, 4, 5 പിന്നെ ഒരു ജൈവ എന്ന് പറഞ്ഞിട്ട് മിഥില 6 തരം വിത്തായി. ഇവർ എൻ്റെ റിസർച്ച് ഫെലോസ് പോലെ ഇവർ ശരിക്കും പറഞ്ഞാൽ. പിന്നെ നേരത്തെ അങ്ങോട്ട് പോയ കരുണാരേട്ടൻ, കൃഷ്ണേട്ടൻ, കേളുവേട്ടൻ, ഇത് ഞാൻ പറഞ്ഞില്ലേ, സാവിത്രി ചേച്ചി, രമണി ചേച്ചി, പിന്നെ യശോദച്ചി. അപ്പോൾ ഇപ്പോൾ പിന്നെ അല്ല, അതാ ഞാൻ പറഞ്ഞേ, നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഐഡിയാസ് നമ്മൾ ചെയ്തത് എല്ലാം ആണ് ഇവിടെ ഹൈബ്രിഡൈസ് ചെയ്തിട്ട് ഇവിടെ ഇട്ടിട്ടാണ് അയക്കുന്നത്. അപ്പോൾ പ്രാക്ടിക്കലി മണ്ണിലിറങ്ങി ചെയ്യുന്നതിൽ ഇവരില്ലെങ്കിലല്ലോ. ഇപ്പം നമ്മൾ കൈ പറഞ്ഞ പോലെ കയ്യിലിപ്പോൾ 5 വിരലിൽ 1 വിരൽ പോയില്ലേ. ഇപ്പോൾ ചില ആൾ പറയും ഈ വിരലുകൾ തമ്മിൽ വാഗ്വാദാന്നിരിക്കുക, ഏതാ വലുതെന്നില്ല. അപ്പോൾ ഇവരാണ് ഫണ്ടമെൻ്റലി ഫീൽഡിലെ കർഷകർ. ശരിക്കും പറഞ്ഞാൽ കർഷകരാണ് പിന്നെ പണ്ടത്തെ സയൻറ്റിസ്റ്റ്. അവരുടെ ചെറിയ ചെറിയ ഇപ്പം എന്നെക്കാൾ ഇപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് ചോദിച്ചപ്പം രമണേച്ചി പറയും ഇത് 7, 1 എന്നെക്കാളും മുമ്പേ പറയും. കാരണം അത് അതിൻ്റെ താഴെ അതാ ചുമന്നതെന്ന്. മനസ്സിലായില്ലേ? തൊണ്ണൂറുകളുടെ ഒടുവിൽ കൃഷി ഓഫീസറായി താൽക്കാലിക നിയമനം ലഭിച്ചാണ് ഡോക്ടർ വനജ ഏഴോത്തെത്തിയത്. കൈപ്പാട് നെല്ലിനങ്ങളുടെ കരുത്തറിയുന്നത് അപ്പോഴാണ്. പിന്നീട് പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൽ കൃഷിശാസ്ത്രജ്ഞയായി നിയമിതയായപ്പോഴും മനസ്സ് കൈപ്പാടുകളിൽ തന്നെയായിരുന്നു. വെറും ക്ലാസ് എടുപ്പും ഉപദേശവുമല്ലാതെ പ്രായോഗികമായി ഈ മണ്ണിനു വേണ്ടി എന്തു ചെയ്യാനാവുമെന്ന അന്വേഷണമാണ് ഈ കൃഷിശാസ്ത്രജ്ഞയെ അത്യുജ്വലമായ 5 നെൽവിത്തുകൾ വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചത്. ഞാൻ കർഷകരൊരു തേങ്ങയായിട്ടാണ് അറിയാം. എന്തുകൊണ്ടറിയാം? തേങ്ങ ഭയങ്കര റൂഡായിരിക്കും, കാണാൻ കുറച്ച് ഹാർഡായിരിക്കും. പക്ഷെ ഉള്ളിലോട്ട് പോയാൽ നല്ല മധുരവും തേങ്ങയൊക്കെ ആയിരിക്കും. അപ്പോൾ അവരാ രീതിയിൽ എന്നെ വിമർശിക്കുന്നതിൽ തന്നെ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ പിന്നെ ഞാൻ പഠിച്ചത് വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഇതെന്ന് വെച്ചാൽ ഞാൻ നെല്ലിന വികസനത്തിനെയാണ് പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ എൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൽ എന്നെ അപ്പോയിൻ്റ് ചെയ്തത്. ഏത് യൂണിവേഴ്സിറ്റി. അപ്പോൾ എനിക്ക് കുരുമുളക് ഗവേഷണമാണ് ഞാൻ മെയിൻ നോക്കേണ്ടതെന്നാണ് എൻ്റെ അതോറിറ്റി പറയാം. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാം. കാരണം ഞാൻ പഠിച്ച വസ്തുത ഇതായതുകൊണ്ട് ഞാൻ ഈ ഗവേഷണം ഏറ്റെടുക്കും. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുരുമുളക് ഗവേഷണത്തിൽ നെല്ല് ഗവേഷണം എടുക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് ഞാൻ എൻ്റെ വീട്ടിലെങ്കിലും സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റിൽ. അത് എനിക്കിപ്പോൾ ഒരു വേർഡ് തരാൻ പറ്റുള്ളൂ. ഇനി
ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഇനങ്ങൾ കിട്ടുമോ എന്നുള്ളതിനും ഉറപ്പില്ല. മണ്ണിലിറങ്ങാതെ കൃഷിയില്ല. കാലിൽ ചെളിപുരളാതെ ഒരു കാർഷിക ഗവേഷണവും സാധ്യവുമല്ല. ഏഴോം വയലിലെ കൃഷിക്കാർക്കൊപ്പം അവരിൽ ഒരാളായാണ് ഡോക്ടർ വനജ ഏഴോം 1 മുതൽ 4 വരെ വിത്തുകളും മിഥിലയും കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ വളർത്തിയെടുത്തത്. നിറകതിരുമായി ആ വിത്തുകളെല്ലാം ഇന്ന് നീണ്ട വയലുകളായി കുലച്ചു നിൽക്കുമ്പോഴും വിത്തുകളുടെ അമ്മയ്ക്ക് വിശ്രമമില്ല. ഇതിപ്പോൾ കാണുന്നത് കുതിര എന്ന് പറയുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം, ഇതിപ്പോൾ വെജിറ്റേറ്റീവ് നല്ല ഗ്രോത്ത് ഉണ്ട്. പക്ഷേ ഇതിങ്ങനെ വരുന്ന സമയത്താണ് ഇത് ഒടിഞ്ഞു വീഴുക. ഇവരുടെ ഒരു മാറ്റാൻ പറഞ്ഞ സംഭവം അതായിരുന്നു. അതായത് ഇപ്പോൾ ഇത് ഫില്ലായിട്ടില്ല. അപ്പോൾ അത് ഇതുവരെ കാണുമ്പോൾ നമുക്ക് ഒടിഞ്ഞു വീഴലില്ല. പക്ഷേ ഇത് ഫില്ലായി വരുമ്പോഴാണ് ഇത് 4 ഭാഗത്തേക്ക് വീഴുക. ഇവരോട് ഞാൻ പറഞ്ഞു 6000 പോയിട്ടൊന്ന് എഴുതി പിന്നെ എടുക്കാൻ ഏതാ വേണ്ടത്. അപ്പോൾ ഇവർ കർഷകർ എഴുതിയത് എന്നിട്ട് ചാഞ്ഞതെല്ലാം അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ്, അപ്പോൾ പറയാം അത് പക്ഷേ അതിൻ്റെ പിന്നെ കതിരിൻ്റെ കനം കൊണ്ട് ചാഞ്ഞതാണ്, അത് ഒടിയല്ല. നമുക്ക് വേണ്ടാത്ത ഒടിയൽ എന്ന് വെച്ചാൽ 4 ഭാഗം ഒടിഞ്ഞു വീഴാൻ പാടില്ല. ഈ 4 ഭാഗം ഒടിഞ്ഞു വീഴുമ്പോൾ ഇവർക്ക് വാരി പിടിച്ചിട്ട് കൊയ്യണം. അതാണ് കുതിരനിലൊരു പ്രശ്നം. ഒരു സൈഡിലാണെങ്കിൽ അവർക്ക് ഇങ്ങനെ മണങ്ങി വേഗം അരിഞ്ഞു പോവാം. അതാണ് ഫാമേഴ്സ് പെർസെപ്ഷൻ. മനസ്സിലായില്ല? അത് നമ്മൾ പക്ഷേ സയൻസിൽ പഠിക്കുമ്പോൾ ലോഡ്ജിങ് ഓർ നോൺ ലോഡ്ജിങ്, അതായത് ഒടിയൽ ഓർ ഒടിയല്ലാത്ത അതേ നമ്മൾ പഠിക്കുന്നുള്ളൂ. കാരണം സയൻസിൽ ലോഡ്ജിങ് ഓർ നോൺ ലോഡ്ജിങ് ഇംഗ്ലീഷിൽ. ഇവരെ സംബന്ധിച്ചാണ് നമ്മളത് ഇംഗ്ലീഷിൽ ഇവരെ ഇതിൽ പറയുകയാണെങ്കിൽ സ്റ്റാഗേർഡ് മോഡ് ലോഡ്ജിങ് എന്ന് പറയും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും. അന്നേരം ഇവർക്ക് ഈ പിന്നെ കൊയ്ത്ത് ലബോറിയസ് ആവും. കാരണം എല്ലാ ഭാഗത്തുനിന്നും എടുത്ത് കൊയ്യണം. അതാണ് ശരിക്കും പറഞ്ഞാൽ കർഷക പങ്കാളിത്ത ഗവേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരുടെ ആ അറിവും ശാസ്ത്രജ്ഞരുടെ ഈ അറിവും കൂടെ ക്ലബ്ബ് ചെയ്താൽ ഇവർക്ക് വേണ്ട ഇനങ്ങൾ പെട്ടെന്ന് ഇവർ തന്നെ എടുത്തോളൂ. കണ്ടൽ വനങ്ങളാണ് കൈപ്പാടുകളുടെ ശ്വാസകോശം. ഉപ്പുവെള്ളത്തെ ഊറ്റിക്കുടിച്ച് വെള്ളം കൃഷിക്ക് അനുയോജ്യമാക്കുന്നത് കണ്ടലുകളാണ്. നെല്ലും മീനും വിളയാൻ കൈപ്പാടുകളെ പ്രാപ്തമാക്കുന്നത് കണ്ടലിൻ്റെ കാവൽവേലികളാണ്. മലയാളിയുടെ വലിയ പരിസ്ഥിതി പോരാളിയായ പൊക്കുടൻ്റെ കർമ്മകേന്ദ്രവും നീണ്ടകാലം ഈ കണ്ടൽ വനങ്ങളായിരുന്നു. മനുഷ്യൻ പരിസ്ഥിതിയെ മറക്കരുതെന്നതുപോലെ പ്രധാനമാണ് പരിസ്ഥിതി പ്രവർത്തകർ മനുഷ്യരെയും മറക്കരുതെന്നത്. ഈ ഭാഗമാണ് ഇപ്പോൾ സ്ലൂയിസ് നമ്മൾ കണ്ടി എന്ന് പറയുന്നൊരു ഭാഗം ഇവ കണ്ടുവരുന്നത്. ഇതിൽ പിന്നെ വലയിട്ട് ഇവർ മീൻ പിടിച്ചിട്ടുള്ളതാണ്. മത്സ്യം കൃഷി നന്നായിട്ട്, കാരണം ഒരു ആർട്ടിഫിഷ്യലായിട്ട് മീൻ ഇട്ടിട്ട് പിടിച്ചതല്ല ഇത്. നമ്മുടെ കടലിൽ നിന്ന് വരുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കയറി ആ നെൽകൃഷിയിൽ നിന്ന് അത് വളർന്ന് പിടിക്കുന്നതാണ്. അതാണ് നേരത്തെ സൂചിപ്പിച്ച ചെമ്മീനായാലും ഞണ്ട് വരെ ഉണ്ട്, ഞണ്ടായാലും ഉണ്ട്, കരിമീൻ, ഇരുമീൻ, അങ്ങനെ എല്ലാം ഉണ്ട്. ഈ മത്സ്യകൃഷിയുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് ഇതിൻ്റെ റൂട്ടിലാണ്, ഈ കണ്ടൽ വനങ്ങൾ. മൂന്നാമത്തത് എന്തെങ്കിലും വിഷങ്ങൾ ഇതിൽ വരികയാണെങ്കിൽ ഈ കണ്ടൽ വനം അതിനെ വലിച്ചെടുക്കും. ഉപ്പൂറ്റിന്നൊക്കെ ഉപ്പ് അധികം വരുമ്പോൾ ഉപ്പൂറ്റി എന്ന് പറഞ്ഞ കണ്ടലൊക്കെ ഉണ്ട്. പക്ഷേ കണ്ടൽ വനങ്ങൾ ഇരിക്കേണ്ട സ്ഥലത്തേ ഇരിക്കാവൂ. ഇതിപ്പോൾ ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ കണ്ടൽ വന്ന് അധിനിവേശം വന്നാൽ അത് ഫോറസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ പറയും അത് നമ്മളെ സ്ഥലമാണ്. അതായത് കണ്ടലിനെ സംരക്ഷിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, നെൽകൃഷിയെ സംബന്ധിക്കാൻ എന്നെ പോലത്തെ അഭ്രാന്തമാരുണ്ടാവുള്ളൂ. കാലവും കാലാവസ്ഥയും മനുഷ്യരും മാറുംതോറും കൈപ്പാടുകളും മാറിക്കൊണ്ടിരിക്കുന്നതാണ് പുതിയ പ്രതിഭാസം. പുതിയൊരു വിത്ത് കണ്ടുപിടിക്കുമ്പോഴാകും പുതിയൊരു വെല്ലുവിളി സംഭവിക്കുക. അതുകൊണ്ട് ഏഴോം വിത്തുകൾ 6 ആയാലും 7 ആയാലും അവിടെയും അത് നിൽക്കണമെന്നില്ല. കൈപ്പാടുകളിൽ നിന്ന് 45ഓളം നാടൻ നെൽവിത്തുകൾ ശേഖരിച്ച് കൃഷിവകുപ്പിന് കൈമാറിയിരുന്നു ഡോക്ടർ വനജയുടെ നേതൃത്വത്തിലുള്ള ഈ കർഷക കൂട്ടായ്മ. കൈപ്പാടരിക്ക് ഭൗമസൂചിക പദവി ലഭിച്ചതിന് പിന്നിലും ഈ കൃഷി ഡോക്ടറുടെ ഗവേഷണ പോരാട്ടങ്ങളുണ്ട്. അതെല്ലാം കൊണ്ടത് ഒരു ചെറിയ കുപ്പിയിലെ മൂടിയിലാണ് ആ വിത്ത് കൊണ്ടുവന്നത്. അവിടെ കൊണ്ടുവന്ന
അതിനുശേഷം മൂടിയിൽ വിത്ത് കൊണ്ടുവന്ന് എന്നിട്ടാണ് ഈ മൂടേന്റെ മേലെ ഇട്ടത്. അത് പിന്നെ ഇപ്പൊ നാട് തേച്ചു. ഈ മൂടിയിൽ കൊണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്ത് കിട്ടുന്ന ആദ്യത്തെ F1 ജനറേഷൻ എന്ന് പറയും. അത് കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഈ മൂടി കൊണ്ടെന്ന് പറഞ്ഞത്. കാരണം അത് ഹൈബ്രിഡൈസ് ചെയ്ത് ഞാൻ ചട്ടിയിലാണ് ഹൈബ്രിഡൈസ് ചെയ്യുന്നത്. വീട്ടിലെ ചട്ടിയിൽ 200ഓളം ചട്ടി വാങ്ങിയിട്ട് അത് ഹൈബ്രിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കാക്കോത്തി പോവാ ഇതെല്ലാം പോവാം. അതിനങ്ങനെ നോക്കി 1 or 2 കിട്ടുള്ളൂ. അതിനെ ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അതിനെ വേണം പിന്നെ ഇവിടെ ഇടാൻ. ഇവിടുന്ന് അതാണ് ഈ കുപ്പി എന്ന് പറയുന്ന സാധനം. ചെറിയ അത്ര അതാദ്യം അത്രയേ കിട്ടുള്ളൂ ആദ്യത്തെ. പിന്നെ ഒരു ചെടി ആകുമ്പോൾ അതിലൊരു 5-6 കതിരാവില്ലേ, ആ കതിരിൽ ഓരോ കതിരിലും 10-200 ആയില്ലേ. അപ്പോൾ 6 × 200 അത്രയായില്ലേ. ഏഴോ 1 ഇട്ടു, ഏഴോ 2 ഇട്ടു, ഏഴോ 3 ഇട്ടു, ഏഴോ 4 ഇട്ടു. അടുത്ത് വരുമ്പോൾ ഞാൻ പേര് മാറ്റി. അതെന്തേന്ന് അടുത്ത ആൾ ചോദിച്ചു. അതിന് കാരണം ഇവർ തന്നെയാണ്, കർഷകർ. കാരണം ഇപ്പോൾ ഈ ഓരോന്നിനും ഓരോ ഗുണമാണ്. ഏഴോ 1ൻ്റെ ഗുണമല്ല 2-ന് 3-ന് 4-ന്. അപ്പോൾ കർഷകരോട് വിത്ത് ചോദിച്ചിട്ട് വരുമ്പം പറയും ഏത് വിത്താണ് വേണ്ടത്, ഏഴോ വേണം. ഞാൻ ചോദിക്കും 1ആണോ വേണ്ടത്, 2ആണോ 3ആണോ 4ആണോ, അത് അവർക്ക് പറയാനാവില്ല, ഈ നമ്പറല്ലേ. അപ്പോൾ അവർ പറഞ്ഞു ടീച്ചറെ ഒന്ന് മാറ്റി പിടിക്കണം, ഇനി പേരിടണ്ടെന്ന് വന്നു. കാരണം പേര് വ്യത്യാസമായാലും അവർക്ക് ഓർത്ത് നിൽക്കാൻ പറ്റും. അത് കർഷകരുടെ 1, 2, 3 എന്ന് പറയുമ്പോൾ ചില സമയം ഓർത്ത് നിൽക്കില്ല. അതും അവരുടെ ആവശ്യപ്രകാരം തന്നെയാണ് ഞാൻ മാറ്റിയത്. എന്തുകൊണ്ട് മിഥില വന്നു എന്ന് പറഞ്ഞാൽ അതെൻ്റെ മോളെ പേരോ മോൻ്റെ ഭാര്യൻ്റെ പേരോ ഒന്നും അല്ല. പിന്നെന്ത് മിഥില എന്ന് പറഞ്ഞാൽ, മിഥില എന്ന് പറഞ്ഞാൽ സീതയുടെ പര്യായമാണ്. ഇതിങ്ങനെ എടുക്കാനെന്നല്ല പറഞ്ഞാൽ, മിഥില എന്ന് പറഞ്ഞാൽ സീതയുടെ പര്യായമാണ്. സീത ഫ്രം ഭൂമി എന്നാണ്. അതുമാത്രമല്ല സീത എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെസ്സ് അനുഭവിച്ച ഒരു ലേഡിയാണ്. അപ്പോൾ അതെല്ലാം എടുക്കാം. അതായത് ഭൂമിയിൽ സ്ട്രെസ്സ് പറഞ്ഞാൽ ഉപ്പാണ് ഇവിടുത്തെ സ്ട്രെസ്സ് എന്ന് പറയുന്ന സ്ട്രെസ്സുള്ള ഭൂമിയിൽ പറ്റുന്ന നെല്ല്. ഇനി അല്ലെങ്കിൽ അത് വികസിപ്പിച്ച ആരുടെ സ്ട്രെസ്സായിട്ട് എടുക്കുക. ഞാൻ അതുകൊണ്ടാണ് അതിനെ മിഥില എന്ന് ഇട്ടത്. ഓണമായാലും വിഷുവായാലും മലയാളിയുടെ വലിയ ഉത്സവങ്ങളെല്ലാം ഉരുവം കൊണ്ടത് വയലുകളിൽ നിന്നാണ്. നെൽകൃഷിയില്ലെങ്കിൽ നമുക്കൊരാരാധനയും ഉത്സവവുമില്ല, ശരിയായ ആഹാരം പോലുമില്ല. വയലുകളിൽ നിന്നാണ് മലയാളിയുടെ വലിയ വിപ്ലവങ്ങളും ഉയർന്നു വന്നത്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്നാണെങ്കിലും ഒരു പൈങ്കിളിയും അത് കൊയ്യാൻ എത്തുന്നില്ലെന്നതാണ് പിൽക്കാല ചരിത്രം. പാടങ്ങളെപ്പോലെ കൈപ്പാടുകളും ആ പ്രതിസന്ധികൾ മുറിച്ചു കടക്കാനാവാതെ തരിച്ചു നിൽക്കുമ്പോഴായിരുന്നു ഡോക്ടർ വനജയുടെ കടന്നുവരവ്. നമ്മളിപ്പോൾ ഇവിടെ കണ്ടി കുടുക്കിയിട്ട് വെള്ളം വറ്റിക്കാനാക്കിയില്ലേ, അത് ഉപയോഗമായില്ലേ. അതായത് ശരിക്കും അല്ലേ, അതായത് ഇപ്പം നിങ്ങൾക്ക് വേണം, ഇപ്പം ഏത് സമയത്താണ് നിങ്ങൾക്ക് വറ്റിക്കുക എന്നുള്ളത് പറ്റിയല്ലോ അല്ലേ. ഈ ഭാഗത്ത് പക്ഷെ പ്രശ്നമില്ല. അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പം ഒരു ഏപ്രിൽ വിഷു കഴിഞ്ഞ ഉടനെ ആക്കി നമുക്ക് നല്ല ഡ്രൈ ആയിക്കൂടെ. എന്ന് നോക്കേണ്ടതെന്നറിയാം, നല്ല ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ഞാൻ അന്ന് കൊണ്ടുവന്ന എക്സ്കവേറ്റർ ഇല്ലേ, അതിനെ കൊണ്ട് കൂനെടുത്തുകൂടെയെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു 3-4 അതിനെ കൊണ്ട് കൂനെടുക്കുകയാണെങ്കിൽ നമുക്കൊരു 3-4 എക്സ്കവേറ്റർ ഒക്കെ കൊണ്ടിറക്കിയാൽ മതി. ചെയിനിൽ അത് പോകുന്നത്. പക്ഷെ ചെറിയൊരു വെള്ളം താഴെ ഉണ്ടാവും. വെള്ളം അതെ മനുഷ്യാധ്വാനാണ്, അല്ലാണ്ട് മെഷീൻ അധ്വാനം ആയിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് സാധാരണ ഇതൊന്നും പ്രശ്നമില്ലാതെ നമ്മളെ സാധാരണ നെൽകൃഷി സ്ഥലമില്ലേ, ഒരു പ്രശ്നമില്ലല്ലോ, മെഷീൻ എല്ലാം ഉണ്ട്, എന്നിട്ട് കൃഷി നടക്കുന്നില്ലല്ലോ. എത്രയോ ഫാലോ ആയിട്ട് കിടക്കുന്നു. എന്താണ് കാരണം? ഇതിലേക്ക് ഇറങ്ങി വരാൻ ആൾക്കാരില്ല. ഇപ്പോഴത്തെ പുതിയ തലമുറ ഇറങ്ങുന്നില്ല എന്നുള്ളത്. ആ സോഷ്യൽ ക്രൈസിസ് പൊതുവേ കൃഷിയിലേക്ക്, കാർഷിക രംഗത്ത് നിലനിൽക്കുന്ന അത് കൈപ്പാടിനെ ബാധിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ബാധിക്കൽ ഇതിൽ യന്ത്രമില്ല. ഇപ്പോൾ പുതിയ ജനങ്ങളെല്ലാം യന്ത്രം ഉണ്ടെങ്കിലേ വരുള്ളൂ. നമ്മൾ പിന്നെ പിള്ളേർ ന്യൂ ജനറേഷൻ ആയാലും പണ്ടത്തെ പോലെ തോർത്തുമുണ്ടും തൊപ്പിപ്പാളി ഇട്ടിട്ട് നിങ്ങൾ കൊത്തുന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർ കൊത്തൂലല്ലോ. അവർക്കും അതിൻ്റെതായ ഇതിൽ വരണം. അതാണ് ആ യന്ത്രവൽക്കരണത്തിൻ്റെതാണ് ഇപ്പോഴും നമ്മൾ ഗവൺമെൻറ് ആയാലും പുതിയ ഏജൻസി വന്നിട്ടുണ്ട്, കൈപ്പാട് ഏജൻസി വന്നിട്ടുണ്ട്. ആ ഏജൻസിയുടെ പ്രധാനമായ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കൈപ്പാടിൻ്റെ യന്ത്രവൽക്കരണമാണ്. ഇപ്പോൾ കർഷകർക്കെല്ലാം പക്ഷിശല്യ ഒരു പ്രശ്നമാണ്. അത് നമ്മുടെ കൈപ്പാടിലും ഉണ്ട്, ഈ മറ്റുള്ള നെൽവയലിലും ഉണ്ട്. അതിൻ്റെ ഈ സോഷ്യൽ മാറ്റമാണ് ഞാൻ പറയുന്നത്. പണ്ട് കാലത്ത് വിശാലമായ നെൽകൃഷി ചെയ്യും.
അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ജീവജാലങ്ങൾക്കും ഭക്ഷണം വേണ്ടതിന് വേണ്ടിയിട്ട് ഒരു പ്രാക്കണ്ടം അവർ സെപ്പറേറ്റ് കൃഷി ചെയ്യായിരുന്നു. ഒരു കണ്ടം പക്ഷികൾക്കായിട്ട് വെക്കും. പ്രാക്കണ്ടം തന്നെ പറയാം അവരതിന്. പക്ഷേ ഇപ്പം മനുഷ്യർ പ്രാക്കണ്ടേ കൃഷി ചെയ്യുന്നുള്ളൂ. അവനെ പ്രാവതെല്ലാം അതാണ് അതിൻ്റെ അതാണ് പ്രാക്കണ്ടാണ്. അതാണ് അതിൻ്റെ വിഷയം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇപ്പം എല്ലാം പക്ഷിശല്യം മാത്രമല്ല മൃഗശല്യം അങ്ങനെ എല്ലാം പറയുന്നില്ല. ഇപ്പം അതിനെതിരായിട്ട് മരുന്ന് കണ്ടുപിടിക്കുക, അതിനെതിരായിട്ട് ടെക്നോളജി. അപ്പോൾ അതാണ് പിന്നെ പുതിയ ഗവേഷണത്തിൽ ഇതാക്കിക്കൊണ്ടത്. വിത്ത് കുത്തിത്തിന്നരുത് എന്നാണ് ചൊല്ല്. ഭാവിയിലേക്കുള്ള കരുതൽ കൂടിയാണ് നെൽവിത്തുകൾ. 2012 ഫ്രാൻസിൽ നടന്ന ആദ്യത്തെ ജൈവ നെൽകൃഷി സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രബന്ധം അവതരിപ്പിച്ചത് ഡോക്ടർ വനജയാണ്. 2019 ഡോക്ടർ വനജയുടെ നേതൃത്വത്തിലുള്ള കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി സർക്കാർ ഏറ്റെടുത്ത് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റിയായി പ്രഖ്യാപിച്ചു. കാർഷിക സർവകലാശാലയിലെ ഗവേഷണ ദൗത്യങ്ങൾക്ക് പുറമെ ഡോക്ടർ വനജ അതിൻ്റെ ഡയറക്ടറുമായി. സംസ്ഥാന സർക്കാരിൻ്റെ വനിതാരത്നം പുരസ്കാരവും കേരള ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ യുവശാസ്ത്രജ്ഞയ്ക്കുള്ള പുരസ്കാരവും സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഏറ്റവും മികച്ച കൃഷിശാസ്ത്രജ്ഞയ്ക്കുള്ള പുരസ്കാരവും ഉൾപ്പെടെ അംഗീകാരങ്ങൾ അനവധി ലഭിച്ച ഡോക്ടർ വനജ പുരസ്കാര തുകകളെല്ലാം കൈപ്പാട് കർഷകരുടെ ക്ഷേമത്തിന് നൽകാനായി മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കുകയായിരുന്നു. ആദ്യന്തം ഒരു കൈപ്പാട് ജീവിതം. വലിയ ശ്രീമുന്നേറ്റങ്ങളുടെ കാലത്ത് ഈ കൃഷിശാസ്ത്രജ്ഞയും വിതക്കുന്ന വിത്തുകൾ ചെന്ന് വീഴുന്നത് കൈപ്പാടുകളിൽ മാത്രമല്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനെ എന്തുകൊണ്ട് ഏഴോം ഇട്ടു അതെല്ലാവരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് വരുന്നവർ പറയാ നിൻ്റെ നാട്ടിലേക്ക് വരുന്നതെന്നാണ്. അപ്പോൾ ഞാൻ ചെയ്ത നാട് ഏഴോത്തേക്ക്, നീ ഏഴോത്തല്ലേ, അതല്ല നെല്ലിന് പേരിട്ടത് ഏഴോന്ന്. അപ്പോൾ എൻ്റെ നാട് ഇതല്ല, എൻ്റെ നാട് പയ്യന്നൂർ അറിയാലോ. അപ്പോൾ പയ്യന്നൂർക്കാർ പറയും നീ എന്ത് പണിയെടുത്തേ, പയ്യന്നൂരിന്നോ ഏച്ചിലാമേലിന്നോ ഇടണ്ടേന്ന്. ഏഴോത്തുകാർക്ക് പോയിട്ട് പേരിട്ട് കൊടുത്തേന്ന് അവർ പറയും. എന്തുകൊണ്ട് അങ്ങനെ ഇട്ടത് അതിനൊരു കാരണമുണ്ട് എനിക്ക്. ആ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഞാൻ 91 കൃഷി ഓഫീസറായി വന്നപ്പോൾ ഇവിടെ നിന്നാണ് പ്രോബ്ലം എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത്. അതിനുശേഷം ക്വസ്റ്റ്യൻ ചെയ്ത കർഷകൻ, അതായത് ചെമ്മഞ്ചേരി ഗോവിന്ദൻ നമ്പ്യാർ, അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഓഫ് കർഷകർക്ക് വേണ്ടിയാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. അത് ഏഴോം ഗ്രാമപഞ്ചായത്തിലെ കർഷകനാണ്, കടപ്പാട്. അതുമല്ല, അവരുടെ ഏഴോത്തെ ഗോവിന്ദൻ നമ്പ്യാർ ഈ ഫീൽഡാണ് ഞാൻ ഇത്രയും കൊല്ലമായിട്ട് അതിനുശേഷം ഇപ്പോൾ കുറച്ച് മാറ്റി, ഇത്രയും കൊല്ലമായിട്ട് ഫീൽഡാക്കി മാറ്റിയതും ഇവരുടെ കർഷകരുടെ ഏഴോം ഗ്രാമപഞ്ചായത്തിൻ്റെ കർഷകരുടെ സപ്പോർട്ട്, ജനപ്രതിനിധികളുടെ സപ്പോർട്ട്, ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ട്. അതുകൊണ്ട് ഏഴോം ഗ്രാമപഞ്ചായത്തിനെ ഉയർത്തി കാണിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ നെല്ലിനത്തിന് ഏഴോം ഇട്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ആദ്യമായിട്ടാണ് ഒരു പേര് വരുന്നത്. നാലാമ്പുരേൻ്റെ നടുമുറ്റത്ത് പുത്തഞ്ചിറയൊന്ന് കൊത്തിയോണ്ടിനി ആ ചിറയിലെ വെള്ളം പോലെ കേരള ഭൂമിയിലില്ല വെള്ളം. എല്ലാവരും കർഷകരും കർഷക തൊഴിലാളികളുമായ ഒരു ഗ്രാമം. ഗ്രാമത്തിനൊപ്പം തന്നെ വയലിലേക്കിറങ്ങുന്ന ലോകമറിയുന്ന ഒരു കൃഷിശാസ്ത്രജ്ഞ. പുതിയ കാലത്ത് പാടത്ത് ചെളിയിലിറങ്ങി നിൽക്കുന്ന റൊമാൻറ്റിക് ക്ലീഷേകൾ പലതുണ്ടാകുമെങ്കിലും അതിനെല്ലാം എത്രയോ ഉയരെയാണ് ഈ ഗ്രാമവും അവരുടെ കൃഷിശാസ്ത്രജ്ഞയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥകൾ. 4 നൂറ്റാണ്ടായി വടക്കേ മലബാറിലെ കൈപ്പാടുകളിൽ പതിഞ്ഞ കാൽപ്പാടുകൾ എണ്ണിയാൽ അതിലേറെയും ഡോക്ടർ വനജയുടേതായിരിക്കും. പണ്ട് ഇവരടുത്ത് വരുന്നത്ര സമയം എനിക്കിപ്പോൾ കിട്ടുക. ഇവർ പറയണം എന്ന് നമ്മളൊക്കെ മറന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഫയലൊപ്പിടുണ്ട് ഒരുപാട്. ഞാൻ അന്നത്തെക്കാളും കുറച്ച് തടിച്ചിട്ടുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ. കാരണം എന്ന് വെച്ചാൽ മൂവ്മെൻറ്റ് കുറവാണ്, എപ്പോഴും ഫയലൊപ്പിടാനൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് മെൻ്റലി സുഖം കിട്ടുന്ന സംഭവം ഇവിടെ വരുമ്പോഴാണ്. അതർവൈസ് ഇവർ ആരും കാണില്ല, ഇവർ മാത്രമായിട്ടില്ലായിരിക്കും ഞാൻ പോവുക. ഇപ്പോൾ ഇവരെ കൂടെ ഒരു ടൂർ പ്ലാൻ ചെയ്തിട്ട് ആർക്കും അറിയണ്ടാവില്ല കേട്ടോ, നിങ്ങൾ അറിയില്ല, നമ്മളതിപ്പോൾ അടുത്ത് പോവും. അത് നമ്മുടെ മാത്രം ഒരു സ്വകാര്യ സന്തോഷമാണ്. ആ സന്തോഷം വേറെ നമ്മുടെ ഔദ്യോഗിക സ്ഥലത്തു നിന്നൊന്നും കിട്ടണമെന്നില്ല. യേശുക്രിസ്തു പാറപ്പുറത്ത് വിതച്ചു, അതിൽ കുറെ പതിരായി, കുറെ കതിരായി, കുറെ പക്ഷികൾ കൊത്തിപ്പോയി എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. വടക്കൻ കേരളത്തിലെ കൈപ്പാടുകളിലെ സ്ഥിതിയും ഏതാണ്ട് ഇങ്ങനെയായിരുന്നു. ഡോക്ടർ വനജയുടെ വിത്ത് വിപ്ലവമാണ് കൈപ്പാടുകളിലേക്ക് ആരവങ്ങളും ആഘോഷങ്ങളും തിരിച്ചെത്തിച്ചത്. ഓരോ അരിമണിയിലും അത് കഴിക്കേണ്ടയാളുടെ പേരെഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയും പോലെ ഓരോ കൈപ്പാടരിയിലും ഈ കൃഷിശാസ്ത്രജ്ഞയുടെ കയ്യൊപ്പും പതിഞ്ഞിട്ടുണ്ട്. വിത്ത് ഗുണം 10 ഗുണം എന്നാണ് ചൊല്ല്. എന്നാൽ വടക്കേ മലബാറിലെ ഈ കൈപ്പാടങ്ങളിലെ പെൺകൈകൾ വിതയ്ക്കുന്ന വിത്തുകൾക്ക് 10 അല്ല 10,000 ഗുണങ്ങൾ. വിത്തും കൈക്കോട്ടുമായി അവർ വെട്ടിക്കിളച്ച് മുന്നേറുമ്പോൾ
നൂറുമേനിയായി വിളയുന്നത് നെൽപ്പാടങ്ങൾ മാത്രമല്ല. നന്ദി, നമസ്കാരം. താഴെ പടിക്കലെ കുഞ്ഞാത്തിന് താമര പോലുള്ള പെണ്ണൊരുത്തി, നാലാളൊരുമിച്ചൊരു ദിവസം നാട്ടിലൊരുത്സവം കാണാൻ പോയി. പൊന്നാൽ പൊതിഞ്ഞവൾ തമ്പുരാട്ടി